ഹായ് ഹലോ വെൽക്കം ടു ന്യൂ വീഡിയോ. അപ്പോൾ നമ്മളിന്നുള്ളത് ആലപ്പുഴ ബീച്ചിലാണ്. അപ്പോൾ ജസ്റ്റ് ചുമ്മാ ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ആലപ്പുഴ ബീച്ചൊന്ന് കാണിച്ചു തരാം. ആ ലോങ് കാണുന്നത് സ്റ്റേജാണ്. ന്യൂ ഇയറിൻ്റെ പ്രോഗ്രാംസൊക്കെ ഇവിടെ ആയിരിക്കും മിക്കവാറും ഉണ്ടാവുക. അപ്പോൾ ഡിസംബറാണ്. ഈ കാണുന്നത് ആലപ്പുഴ ബൈപ്പാസ്. അപ്പോൾ ജസ്റ്റ് ചുമ്മാ തേരപ്പാര തണ്ടാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ആ നടക്കുന്നതിന് കൂട്ടത്തിൽ ആലപ്പുഴയൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച, സമയം 5:30. വലിയ ആൾക്കാർക്കൊന്നും ഇന്ന് എക്സാമൊക്കെ ആയതുകൊണ്ടായിരിക്കും. ഭയങ്കര ഷോക്കാണ്. അപ്പോൾ നമുക്ക് ആലപ്പുഴയിൽ നിന്ന് നേരെ നടക്കാം. പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. നമുക്ക് തോന്നുന്ന വഴി കൂടെ നമ്മൾ പോകും. അപ്പോൾ ഈ കാണുന്നത് ആലപ്പുഴ പോർട്ടാണ്, നമ്മുടെ പഴയ പോർട്ട്. അത് ആലപ്പുഴ പോർട്ട് ഹിസ്റ്ററി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പറയാനുണ്ട്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ പ്രധാന വാണിജ്യ തുറമുഖം എന്ന് പറയുന്നത് കൊച്ചി തുറമുഖമാണ്. അതിന് മുന്നേ ആലപ്പുഴ പോർട്ടായിരുന്നു പ്രധാന തുറമുഖം. അതിന് മുന്നേ പുറക്കാട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമായിരുന്നു തുറമുഖം. അതാണ് ഈ ആലപ്പുഴ തുറമുഖത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ബൈപ്പാസിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക. ഈ കാണുന്നത് പുതിയ ബൈപ്പാസും റൈറ്റ് സൈഡിൽ കാണുന്നത് പഴയ ഇനി വരാൻ പോകുന്ന ബൈപ്പാസും. ഇനിയിപ്പോൾ എത്ര കൊല്ലം കൊണ്ടാണ് വരിക എന്നുള്ളത് കണ്ടറിയണം. കാരണം ഈ കണ്ട ബൈപ്പാസ് എത്ര 10, 20, 40 അങ്ങോട്ടോ കൊല്ലം കൊണ്ടാണ് ഇത് കംപ്ലീറ്റ് ആയത്. ഇത് പണിയുമ്പോൾ തന്നെ 2 ഒരുമിച്ച് പണി തീരുന്നെങ്കിൽ കുറേ പൈസ ലാഭിക്കായിരുന്നു. അതെന്തായാലും വിടട്ടെ. അപ്പോൾ നമുക്ക് തുറമുഖത്തിലൂടെ ഇങ്ങനെ നോക്കാം. അപ്പോൾ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് റഹീം റെസിഡൻസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബംഗ്ലാവാണ്. റഹീം റെസിഡൻസി പഴയൊരു ബിൽഡിങ്ങാണ്. ഒരു ഡച്ച് സ്റ്റൈലിലുള്ള ഒരു ബിൽഡിങ്ങാണ്. അതിപ്പോൾ ഹോം സ്റ്റേ അങ്ങനെ പർപ്പസിനൊക്കെ കൊടുക്കാനുള്ള ഒരു സാധനമാണിത്, റഹീം റെസിഡൻസി. പിന്നെ നമുക്ക് ഈ ആലപ്പുഴ പ്രധാനമായിട്ട് കുറേ നടന്നു കഴിഞ്ഞാൽ നമുക്ക് പഴയ കുറേ ഹെറിറ്റേജ് ബിൽഡിങ്സൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതായത് ഇംഗ്ലീഷുകാർ, ഡച്ചുകാർ, പോർച്ചുഗീസുകാർ ഇവരെല്ലാം വന്നപ്പോൾ പണിതിട്ടിട്ടുള്ള ബിൽഡിങ്ങാണ് ഈ കാണുന്ന ബിൽഡിംഗ് എന്ന് പറയുന്നത്. അതല്ല ഇപ്പോൾ ഓരോ ഗവൺമെൻറ്റിൻ്റെ ഓരോ ഓഫീസും അതുപോലെ എന്താ പറയുക, റെസ്റ്റോറൻറ്റ്, റിസോർട്ട് അങ്ങനെയൊക്കെ ആണ് ഇപ്പോൾ ആ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത്. എല്ലാം ഇല്ല, പിന്നെ കുറേയൊക്കെ നശിച്ചു പോയതുണ്ട്, കുറേയൊക്കെ അവഗണനയിൽ കിടക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. അതായത് ഹെറിറ്റേജ് ബിൽഡിങ്സൊക്കെ നമുക്ക് ഈ പോകുന്ന വഴിക്കൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മളിപ്പോൾ ഈ കാണുന്നത് ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് പോർട്ട് ഓഫീസ്. ആലപ്പുഴ പോർട്ട് ഓഫീസാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോർട്ട് ഓഫീസ് അതായത് സിഗ്നൽ സ്റ്റേഷൻ. പണ്ട് കപ്പലൊക്കെ വന്നിരുന്ന കാലത്ത് അവർക്ക് വേണ്ട ദിശ സിഗ്നലും കാര്യങ്ങളൊക്കെ നൽകിയിരുന്നത് ഈ ഒരു സിഗ്നൽ സ്റ്റേഷനാണ്. ഇതൊരു 19-ാം നൂറ്റാണ്ടിൻ്റെ കൺസ്ട്രക്ഷനാണെന്ന് തോന്നുന്നത്. കാണിച്ചു തരാം. നമ്മുടെ ആലപ്പുഴ ചരിത്രത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹെറിറ്റേജ് ബിൽഡിങ്ങാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇത് മേലത്തെ ഷീറ്റൊന്നുമില്ല, നമുക്കിപ്പോൾ കാണാൻ പറ്റും. ജസ്റ്റ് ഒന്നുകൂടെ കാണിച്ചത്. ഇതാണ് ആലപ്പുഴ സിഗ്നൽ സ്റ്റേഷൻ എന്ന് പറയുന്നത്.
ആലപ്പുഴ സിഗ്നൽ സ്റ്റേഷന് പറയാൻ ഒരുപാട് കഥകളുണ്ട്. ഇനി ഞാൻ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുമ്പോൾ അടുത്ത ബിൽഡിംഗ് കാണിച്ചു തരാം. ഇതിനകത്ത് ഒരു 2 പീരങ്കിയൊക്കെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് അതിനകത്ത് കയറാൻ അലൗഡ് അല്ല, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കയറുന്നില്ല. പിന്നെ ഒരു ദിവസം ഞാൻ അതിനകത്ത് കയറാൻ പറ്റുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ അതിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഈ സിഗ്നൽ സ്റ്റേഷനിൽ നമുക്ക് ഈ റേഡിയേഷനും കാര്യങ്ങളൊക്കെ, അതായത് കപ്പലുകൾ വരുമ്പോൾ സിഗ്നൽ നമുക്ക് കാണിക്കും. അതായത് പണ്ടൊക്കെ കൊടി വീശിയിട്ടായിരുന്നു സിഗ്നൽ കാണിച്ചിരുന്നത് കപ്പലുകൾക്ക്. പണ്ട് പാലം വരുന്നതിന് മുന്നേ, കടൽപ്പാലം വരുന്നതിന് മുന്നേ ചെറുവള്ളങ്ങളിലായിരുന്നു ചരക്കുകൾ കയറ്റിയിരുന്നതും അതുപോലെ കയറ്റി അയച്ചിരുന്നതും. അപ്പോൾ പിന്നെ കടൽപ്പാലം വന്നു. കടൽപ്പാലം എന്ന് പറയുമ്പോൾ ആദ്യം മരത്തിൻ്റെ കടൽപ്പാലമാണ് വന്നത്, അതിന് ശേഷമാണ് ഇരുമ്പിൻ്റെ കടൽപ്പാലം വന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ദിവാനായിട്ടുള്ള തിരുവിതാംകൂറിൻ്റെ ദിവാനായിട്ടുള്ള രാജ കേശവദാസ് പുള്ളിക്കാരൻ വന്നതിന് ശേഷമാണ് ഈ കാര്യങ്ങളെല്ലാം ഇവിടെ വന്നിട്ടുള്ളത്. അതായത് ചതുപ്പ് നിലമായി കടന്നിരുന്ന ആലപ്പുഴ ഈ കാണുന്ന രീതിയിൽ ഒരു തുറമുഖ പട്ടണമാക്കി മാറ്റിയതിൽ പ്രധാന പങ്ക് വഹിച്ചത് നമ്മുടെ രാജ കേശവദാസനാണ്. നമുക്ക് ഈ കാണുന്നത് ആലപ്പുഴ ഗ്രൗണ്ടാണ്. ഇത് ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചത്. ആലപ്പുഴയുടെ കോഴിക്കോടിൻ്റെ മാനാഞ്ചിറ എന്ന് പറയുന്ന പോലെയാണ് ആലപ്പുഴയ്ക്ക് ഗ്രൗണ്ട്. പ്രധാനമായിട്ടും ഫുട്ബോൾ, ക്രിക്കറ്റ്, ഡ്രൈവിംഗ് ടെസ്റ്റ്, ഈ 3 കാര്യത്തിനാണ് ഈ ഗ്രൗണ്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഞങ്ങൾ ലോങ് മറ്റേ ഇത് കാണാൻ പറ്റും, ലൈറ്റ് ഹൗസ് ഉണ്ടാ. നമുക്ക് അങ്ങനെ പോകണോ ഇങ്ങനെ പോകണോ എന്നൊരു ഡൗട്ട്. എനിക്ക് ഇങ്ങനെ പോകാം. ഒരു ട്രെയിൻ വരുന്നുണ്ട്, അതുകൊണ്ട് ലെവൽ ക്രോസ് അടച്ചിട്ടിരിക്കുക. സോ നമുക്ക് ഇപ്പുറത്തുകൂടെ ഒരു വഴിയുണ്ട്, ആ വഴി നമുക്ക് പോകാം. അത് SBI ട്രാവൻകൂർ, SBT സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, പഴയത് ആലപ്പുഴ. അതും ഒരു പഴയ ബിൽഡിങ്ങാണ്. ആ വഴി പോകുന്നത് ഇങ്ങോട്ടാണ്. പോർട്ട് ഓഫീസറുടെ ഇപ്പോഴത്തെ വസതിയാണ് ഈ കാണുന്നത്. ഈ വഴി നേരെ നമുക്ക് പഴയ പോർട്ടിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അതായത് നമ്മുടെ എന്താ പറയുക, കപ്പലുകളൊക്കെ ചരക്ക് കയറ്റം ചെയ്തിരുന്നത് ഈ വഴിയിലൂടെ പോയിട്ടുള്ള കനാലിലൂടെയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. അതിപ്പോൾ ഒരു മുസ്ലിം വകുപ്പിൻ്റെ കീഴിൽ പുനരുദ്ധീകരിച്ചിട്ടുണ്ട്. ഈ കാണുന്നതൊക്കെ പഴയ ഗോഡൗൺ കേട്ടോ, തുറമുഖത്തിൻ്റെ പഴയ ഓൾഡ് തുറമുഖത്തിൻ്റെ ഗോഡൗണാണ് നമ്മൾക്ക് ഈ കാണുന്നത്. എത്രത്തോളം പഴക്കമുണ്ടെന്നൊന്നും എനിക്കറിയില്ല. ജസ്റ്റ് ഞാൻ വേണ്ടി കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഈ എൻ്റർ ചെയ്യാൻ പോകുന്നത് പഴയ തുറമുഖം കാണാൻ. അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് പഴയ പോർട്ട്. ഇത് പഴയ പിക്ചറൊക്കെ, ആലപ്പുഴയുടെ പിക്ചർ എടുത്ത് അതിൽ കാണാൻ പറ്റും. ഇതിപ്പോൾ റിനോവേറ്റ് ചെയ്തിട്ട് ഇവിടെ കുറേ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ക്ലോസ്ഡാണ്. ലോകമേ തറവാട് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
ഈ ഒരു ട്രീ ഉണ്ടോ, നല്ല അടിപൊളിയല്ലേ. നമുക്ക് തിരിച്ചു പോവാം. ഈ റോഡ് നേരെ നമുക്ക് പോയി കഴിഞ്ഞാൽ റെയിൽ ക്രോസ് ചെയ്തിട്ട് നമുക്ക് ആലപ്പുഴയ്ക്ക് പോകാം. അത് ആലപ്പുഴയ്ക്ക് പോകാൻ ഒരുപാട് വഴിയുണ്ട്. അതായത് പ്രധാനമായിട്ട് 2 കനാലാണ് നമുക്ക് ഇവിടെ ഉള്ളത്, കൊമേഴ്ഷ്യൽ കനാലും വാടക്കനാലും. ഈ ആലപ്പുഴ നഗരത്തെ ആലപ്പുഴയാക്കി മാറ്റിയത് ഈ 2 കനാലിൻ്റെ ഉപയോഗത്തോടു കൂടിയാണ്. അതിനിരു കരകളിലുമായിട്ടാണ് വാണിജ്യവും കാര്യങ്ങളൊക്കെ ഉയർന്നു വന്നത്. പിന്നെ മറ്റൊരു പ്രധാന കനാലാണ് AS കനാൽ, അതായത് ആലപ്പുഴ ചേർത്തല കനാൽ എന്ന് പറയും. അപ്പോൾ നമ്മൾ നേരത്തെ ഇപ്പോൾ കണ്ടില്ലേ, അതാണ് പഴയ പോർട്ട് എന്ന് പറയുന്നത്. അതാകെ കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. ഇപ്പോഴും കാട് പിടിച്ച് കിടക്കുകയാണ്. പക്ഷെ അത് എന്താ പറയുക, റിനോവേറ്റ് ചെയ്തിരുന്നു. മുസ്രീസ് വകുപ്പിൻ്റെ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് റിനോവേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് അറിയില്ല, ഇപ്പോൾ മ്യൂസിയം വർക്ക് ചെയ്യുന്നില്ല. അതിൻ്റെ അവിടെ ഒരു മ്യൂസിയമൊക്കെ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഇനി ഓപ്പണോ, കുറച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ആക്കുമെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് SBI. ഇതൊരു പഴയ കെട്ടിടമാണ് നമ്മളീ കാണുന്നത്. പഴയ ഡച്ച് സ്റ്റൈലിലുള്ള ഒരു ബിൽഡിംഗ്. നമ്മളീ കാണുന്നത് PWDൻ്റെ ഓഫീസാണ്, പുതിയ ഓഫീസ്. അപ്പോൾ ഈ കാണുന്നതാണ് SBIൻ്റെ കെട്ടിടം. ഇത് 19-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്ര പഴക്കമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഒരു പഴയ ലൈറ്റൊക്കെ കാണും. ഇത് ആലപ്പുഴയിൽ അവിടെ ഇവിടെ കയറ്റൊക്കെ കാണാം. പക്ഷേ ഇത് ആര് സ്ഥാപിച്ച്, എന്തിനു സ്ഥാപിച്ചു എന്നുള്ളൊരു പിടുത്തമില്ല. ഈ റെയിൽ നമ്മൾ നേരെ ക്രോസ് ചെയ്ത് ചെല്ലുന്നത് ഗോഡൗണിലേക്കാണ്, ഫുഡ് ഗോഡൗൺ. നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ കണ്ടാൽ ലൈറ്റേഴ്സൊക്കെ കാണാം. അതിൻ്റെ മേലെ കയറുന്ന സമയം കഴിഞ്ഞു, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ മേലെ കയറായിരുന്നു. നമുക്ക് സാധാരണ വണ്ടികളൊക്കെ കാറായിട്ടും ബൈക്കായിട്ടൊക്കെ നമ്മളിതേ ആ കാണുന്ന വഴി തന്നെ പോവാം. പിന്നെ നമുക്കിതേ ഈ കാണുന്ന വഴി നമുക്ക് പോവാം. അവിടെ ആ റെയിൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അടിയിൽ കൂടെ അണ്ടർ പാസേജ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ട്രെയിൻ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കയറാൻ പറ്റും. ഞാൻ ഈ കറക്കം തുടരുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഒക്കെ കാണിച്ചു തരാം. ഈ കാണുന്നതാണ് നമ്മുടെ SBIയുടെ, അതായത് പഴയ SBTയുടെ ബിൽഡിങ്. ഇങ്ങനെ നമ്മൾ ഈ റെയിൽ ക്രോസ് ചെയ്ത് കയറുമ്പോൾ നമുക്ക് ഫുഡ് ഗോഡൗൺ കാണാം, ഫുഡ് ഗോഡൗൺ സപ്ലൈക്കോൻ്റെ. ലൈറ്റ് ഹൗസ്. നമ്മൾ നേരെ റൈറ്റ് സൈഡിൽ ലൈറ്റ് ഹൗസും നേരെ കാണുന്ന രാജാ കേശവദാസ് സ്വിമ്മിംഗ് പൂളാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ സ്വിമ്മിംഗ് പൂൾ കാണാൻ വേണ്ടി ഒന്ന് കയറിയായിരുന്നു ഒരു അരമണിക്കൂറിന് മുന്നേ. പക്ഷെ അവിടെ വെച്ചിട്ട് നമുക്ക് ചെറിയൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി. അവിടുത്തെ സെക്യൂരിറ്റിക്കാരൻ ഭയങ്കര എന്താ പറയുക, പുള്ളിക്കാരൻ ഭയങ്കര മോശമായിട്ടാണ് നമ്മളോട് പെരുമാറിയത്. നമ്മൾ താഴത്തുനിന്ന് പെർമിഷൻ എടുത്താണ് കയറിയതെങ്കിലും പുള്ളിക്കാരൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് വളരെ മോശമായിരുന്നു. നമ്മളത് അവിടെ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ ചെന്നത്. പക്ഷേ പുള്ളിക്കാരൻ്റെ ഒരു റഫ് ആൻഡ് ടഫ് ബിഹേവിയർ ആണ് അവിടെ. നമ്മളെന്തോ വഴക്കുണ്ടാക്കാൻ വേണ്ടി പോയ പോലെ ഇരുന്നു പുള്ളിക്കാരൻ അവിടെ. ഞാൻ പിന്നെ കൂടുതലൊന്നും ബഹളത്തിന് നിന്നില്ല, നമ്മൾ പിന്നെ അങ്ങോട്ട് പോന്നു. അപ്പോൾ ഈ കാണുന്നതാണ് രാജാ കേശവദാസ് സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുന്നത്. അതിനകത്തേക്ക് കയറാൻ പറ്റില്ല, എന്തെങ്കിലും ജസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് കാണിച്ചു തരാം. ഈ കാണുന്നത് സ്വിമ്മിംഗ് പൂളാണ്.
ലൈറ്റ് ഹൗസിൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ സ്വിമ്മിംഗ് പൂളും നല്ല ടോപ്പ് വ്യൂ ആയിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. 5 മണി വരെ എങ്ങാണ്ട് ഈ ഒരു സംഭവം ഉള്ളൂ. ഇവിടെ ഇപ്പോൾ എന്തോ അറ്റകുറ്റപ്പണി നടന്നുകൊണ്ടിരിക്കുക. സോ നമുക്ക് കയറാൻ പറ്റില്ല. ഇപ്പോൾ ലൈറ്റ് ഹൗസ് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാം. അപ്പോൾ നമ്മുടെ നടത്തം നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണ്. ഭാരത സർക്കാർ. ഞാനിതിൻ്റെ മേലെ ഒരു പ്രാവശ്യമേ കയറിയിട്ടുള്ളൂ. ഞാൻ ഒറ്റ പ്രാവശ്യമേ കയറിയിട്ടുള്ളൂ. ലോക്ക്ഡൗൺ സമയത്തൊക്കെ ഇത് ക്ലോസ്ഡ് ആയിരുന്നു. അതായത് ഇവിടെ കച്ചവടം എല്ലാം കൂടിയപ്പോൾ കപ്പലുകളൊക്കെ വരുന്നത് കൂടി. അപ്പോൾ എല്ലാവരും എല്ലാ നാട്ടിൽ നിന്നും ഇവിടെ വന്ന് എന്താ പറയുക സെറ്റിലാവുക എന്ന് പറഞ്ഞാൽ അതൊരു അന്തസ്സിൻ്റെ ഒരു പ്രശ്നം കൂടെയായിരുന്നു. അതായത് പഴയ കാലത്ത് ആലപ്പുഴയിൽ വന്ന് കച്ചവടം ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് രക്ഷപ്പെട്ടു എന്നാണ് അത്ര പഴമക്കാർ പറയുന്നത്. മനസ്സിലായോ? ഇതിന് ഉള്ളിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കയറിയത്. ഇത് കൂടെ പാസ് ചെയ്യുമ്പോൾ കുറേ കാലം കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കയറണമെന്ന് വിചാരിക്കുന്നു. വേറെ ഒന്നുമില്ല, ഒരു ഗോഡൗണാണ്. ഗോഡൗണിൻ്റെ ഒരു എന്താ പറയുക ഒരു ബാക്കി പാത്രം. പഴയ ഇതിൻ്റെ യൂസ് എന്തായിരുന്നു നമുക്കറിയില്ല. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അപ്പുറത്ത് ബാക്കി കാണാം. നമുക്ക് അപ്പുറത്തൂടെ വരാം. കൊള്ളാം. ഗോഡാണ്. ഇതൊക്കെ എത്ര കാലം ഉണ്ടാവുമെന്ന് അറിയില്ല. ആക്ച്വലി ഈ ഒരു ഗോഡൗൺ കണ്ടപ്പോൾ എനിക്കൊരു ഐഡിയ. ഇതൊക്കെ ഒന്ന് എന്താ പറയുക നവീകരിച്ചിട്ടേ നമുക്ക് നൈറ്റ് ലൈഫിന് പറ്റിയിട്ട് ഒരു സെറ്റപ്പ് ആക്കിയാൽ അങ്ങനെ ഉണ്ടാവും. അടിപൊളിയല്ലേ? എനിക്കിപ്പോൾ തോന്നിയൊരു ഐഡിയ ആണ്. അതായത് ഈ സംഭവം ഇതിലുള്ള ഫുഡ് ആൻഡ് പ്രോഡക്റ്റ്സ് ഒക്കെ വേറെ കെട്ടിടത്തിലേക്ക് മാറ്റുക. എന്നിട്ട് ഇതിനകത്ത് റെസ്റ്റോറൻറ്റ് അതേപോലെ DJ നൈറ്റ് ലൈഫിന് പറ്റിയ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ ആലപ്പുഴത്തെ യുവാക്കൾക്ക് ബാംഗ്ലൂർ പോവാതെ ഇവിടെ അടിച്ചു പൊളിക്കാൻ പറ്റും. ഈ കാണുന്നതാണ് ഗോഡൗൺ. ഇത് 12 ഗോഡൗൺ റൂമുകളുണ്ട്. ഞാൻ അതിൻ്റെ മേലെ കയറിയപ്പോൾ എണ്ണിയതാണ്. ഇവിടെ മെയിനായിട്ട് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി അതേപോലെ പിള്ളേർക്ക് ഇൻസ്റ്റാഗ്രാമിൽ റീലിടാനും ഇതിനൊക്കെയാണ് ഇവിടെ ആൾക്കാർ വരുന്നത്. ഇതൊക്കെ പഴയ ഒരു ബിൽഡിങ്ങാണ്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കരിങ്കല്ലിലാണ്. ഇതും ഇവിടുത്തെ ഒരു ഹെറിറ്റേജ് ബിൽഡിങ്ങാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഈ റോഡ് നേരെ പോകുന്നത് ഉപ്പുറ്റി കനാലിലേക്കാണ്. ഉപ്പുറ്റി ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രിഡ്ജുണ്ട്. ഈ ഉപ്പുറ്റി എന്ന് പറയുന്നത് ഈ ഉപ്പ് കൂട്ടുക എന്ന് പറയുന്നത് കടലിനെ നിറം പിടിപ്പിക്കുക എന്നുള്ള ആ ഒരു മീനിങ്ങിലാണത്ര ഈ ഉപ്പൂട്ടി കനാൽ എന്ന് പറയുന്ന ഒരു പേര് വന്നത് എന്നാണ് അതിൻ്റെ ഐതിഹ്യം പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓരോരുത്തർ പറഞ്ഞു അവിടെ നിന്ന് കേട്ട അറിവുകളാണ്. അപ്പോൾ പറയുന്ന എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ക്ഷമിച്ചാളാം. പിന്നെ ഇതാ ഈ കാണുന്നത് ടർഫാണ്. ലൈറ്റ് ഹൗസ് ടർഫ്. അപ്പോൾ ടർഫ് ഇപ്പോൾ തുടങ്ങിയതാണ്. ആദ്യം ഇവിടെ കുറച്ച് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ടർഫും കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് സ്റ്റാർട്ടായത്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഈ പറഞ്ഞ കനാലിലേക്കാണ്. അപ്പോൾ ഫുഡ് കോർപ്പറേഷൻ യുദ്ധകാല അടിസ്ഥാനത്തിൽ ഫുഡുകളെല്ലാം സൂക്ഷിക്കുന്ന FCI ഗോഡൗണാണ് നമ്മളിപ്പോൾ ഈ കണ്ടത്.